നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് കൈരളി ശ്രീ കോർണേഷൻ തിയേറ്ററുകളിലായി സംഘടിപ്പിക്കുന്ന മേഖല രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് നാളെ തിരിതെളിയും. 4 ദിവസത്തെ ചലച്ചിത്രോത്സവത്തിൽ നടി ആര്യ സലീം ആദ്യ ഡെലിഗേറ്റാവും. ഡെലിഗേറ്റ് കിറ്റ് വിതരണം കൈരളി തിയേറ്റർ അങ്കണത്തിൽ ഗാനരചയിതാവ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി അധ്യക്ഷയായി. ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കാലം മായ ചിത്രങ്ങൾ MTയുടെ ചലച്ചിത്ര ജീവിതം എക്സിബിഷൻ ഉദ്ഘാടനവും നടന്നു. 7 വർഷത്തിനു ശേഷമാണ് മേഖല ചലച്ചിത്രോത്സവം കോഴിക്കോട്ടെത്തുന്നത്. ലോക സിനിമയുടെ സമകാലിക പരിച്ഛേദമായ 58 സിനിമകൾ പ്രദർശിപ്പിക്കും. ഇറാനിയൻ സംവിധായകൻ മുഹമ്മദ് റസൂലോഫിന്റെ സീഡ് ഓഫ് എ സേക്രഡ് ഫിഗ് ആണ് ഉദ്ഘാടന ചിത്രം. 2024 ഡിസംബറിൽ തിരുവനന്തപുരത്ത് നടന്ന 28ാമത് IFFKയിൽ പ്രദർശിപ്പിച്ച ചിത്രങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത മികച്ച ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക. ദിവസവും 5 പ്രദർശനങ്ങളുണ്ടാവും. ചലച്ചിത്രോത്സവത്തിൽ വേറിട്ട കാഴ്ചകളിലൊരുക്കി 11 രാജ്യങ്ങളിൽ നിന്നുള്ള 14 സിനിമകൾ പ്രദർശിപ്പിക്കും. ഗോവ ചലച്ചിത്രോത്സവത്തിൽ ഏറ്റവും നല്ല സംവിധായക പുരസ്കാരവും വെനീസ് ചലച്ചിത്രോത്സവത്തിൽ ഫ്രിപ്പസി പുരസ്കാരവും നേടിയ റൊമാനിയൻ സെർബിയൻ ചലച്ചിത്രമായ ദി ന്യൂ ഇയർ ദാറ്റ് നെവർ കെയിം, ലിത്വാനിയൻ ചലച്ചിത്രമായ ടോക്സിക്, ചൈനീസ് ചലച്ചിത്രം ബ്ലാക്ക് ഡോഗ്, സ്പെയിൻ ചലച്ചിത്രമായ ഐ ആം നെവനിക്ക, ഇറാനിയൻ ചിത്രങ്ങളായ മൈ ഫേവറേറ്റ് കേക്ക്, ദി സീഡ് ഓഫ് ദി സേക്രഡ് ഫിഗ്, ഇൻ ദി ലാൻഡ് ഓഫ് ബ്രദേഴ്സ്, ഫലസ്തീൻ ചിത്രമായ ദി ടീച്ചർ, ജർമ്മൻ ചിത്രം ഷാഹിദ്, ബ്രസീലിയൻ ചിത്രം ഐ ആം സ്റ്റീൽ, മെക്സിക്കോയിൽ നിന്നുള്ള ലാ കോസിന, മാർക്കോ ദി ഇൻവെന്റഡ് ട്രൂത്ത് തുടങ്ങിയവയും പ്രദർശനത്തിനെത്തും. മേളയുടെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ പങ്കെടുക്കുന്ന ഓപ്പൺ ഫോറവും നടക്കും. ജനകീയ കൂട്ടായ്മയിൽ ശുചിത്വ മാതൃക തീർത്ത് കൊയിലാണ്ടി നഗരസഭ. നഗരസഭയിലെ മാലിന്യ കൂനകളായിരുന്ന ഇടങ്ങളെല്ലാം ജനങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ ഇരിക്കാനും കലാപരിപാടികൾ നടത്താനുമുള്ള മനോഹരമായ പാർക്കായി മാറ്റിയിരിക്കുകയാണ്. നഗരഹൃദയത്തിലായി 5 ഹാപ്പിനെസ് പാർക്കുകളാണ് നഗരസഭ ഒരുക്കിയത്. നഗരസഭാ ഫണ്ടിനൊപ്പം വിവിധ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും പിന്തുണയും സ്പോൺസർഷിപ്പും ഉപയോഗപ്പെടുത്തിയാണ് പാർക്കുകൾ നിർമ്മിച്ചത്. സ്നേഹാരാമം, ഹാപ്പിനെസ് പാർക്ക്, UA ഖാദർ പാർക്ക്, ജൈവ വൈവിധ്യ പാർക്ക്, സായാഹ്ന പാർക്ക് എന്നീ 5 പാർക്കുകളാണ് നിലവിലുള്ളത്. നഗരത്തിൽ ബസ് സ്റ്റാൻഡിന് വശത്തായി 3, സിവിൽ സ്റ്റേഷന് സമീപം 1, ജൈവ വൈവിധ്യ കേന്ദ്രങ്ങളിൽ 1 എന്നീ തരത്തിലാണ് പാർക്കുകൾ. വൃത്തിഹീനമായ അന്തരീക്ഷം ഇല്ലാതാക്കി നഗരത്തിലെത്തുന്നവർക്ക് ഒഴിവു സമയം ചെലവിടാൻ ഇടങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഹാപ്പിനെസ് പാർക്കുകളുടെ നിർമ്മാണത്തിന് പിന്നിലെ പ്രധാന ആശയമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സുധ കിഴക്കേപ്പാട്ട് പറഞ്ഞു. വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മാലിന്യ സംസ്കരണ കേന്ദ്രമായ MCFൽ സ്ഥാപിച്ച ബെയിലിംഗ് മെഷീന്റെ പ്രവർത്തനോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ബിജുള നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് പൂളക്കണ്ടി മുരളി അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ സുബിഷ, മെമ്പർമാരായ K ഗോപാലൻ മാസ്റ്റർ, നസീമ തട്ടാങ്കുനി, CDS ചെയർപേഴ്സൺ സവിത, രാഗിണി, രമ്യ എന്നിവർ സംസാരിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്, പേപ്പർ, കാർഡ്ബോർഡ്, തുണിത്തരങ്ങൾ ഉൾപ്പെടെയുള്ള പാഴ്വസ്തുക്കൾ വേർതിരിച്ച ശേഷം ചെറിയ കെട്ടുകളാക്കാൻ സഹായിക്കുന്നതാണ് മെഷീൻ. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. ICDS ചേളന്നൂർ CDPO കാര്യാലയത്തിന് കീഴിലെ 6 സെക്ടറുകളിലെ 172 അംഗനവാടികളിൽ മുട്ട വിതരണം ചെയ്യാൻ ദർഗാസ് ക്ഷണിച്ചു. ദർഗാസ് ഓഗസ്റ്റ് 14 വൈകിട്ട് 1 മണിവരെ സ്വീകരിക്കും. ഫോൺ 0495 226156. ബാലുശ്ശേരി അഡീഷണൽ ICDS പ്രോജക്ടിന് കീഴിലെ അംഗനവാടികളിൽ പാൽ വിതരണം ചെയ്യാൻ റീടെൻഡർ ക്ഷണിച്ചു. അവസാന തീയതി ഓഗസ്റ്റ് 21. കൂടുതൽ വിവരങ്ങൾക്ക് ICDS ബാലുശ്ശേരി അഡീഷണൽ, കോക്കല്ലൂർ, ബാലുശ്ശേരി 673612 എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. ഫോൺ 0496 2705228. കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യവകുപ്പിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 520/2024 തസ്തികയുടെ സാധ്യത പ്രസിദ്ധീകരിച്ചതായി പട്ടിക PSC ജില്ലാ ഓഫീസർ അറിയിച്ചു.
വെള്ളിമടുകുന്ന് ഗവൺമെന്റ് HMDCയിലെ ഉപയോഗശൂന്യമായ ഫാനുകൾ, ഇരുമ്പ് അലമാരകൾ, പഴകിയ അലുമിനിയം സാധനങ്ങൾ, കസേരകൾ മുതലായവ പരസ്യമായി ഓഗസ്റ്റ് 26-ന് രാവിലെ 11:30-ന് ലേലം ചെയ്യും. GST രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങൾക്കോ അവരുടെ പ്രതിനിധികൾക്കോ ലേലത്തിൽ പങ്കെടുക്കാം. ഫോൺ 0495 2731 632. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് നടത്തുന്ന വയർമാൻ പ്രായോഗിക പരീക്ഷ ഓഗസ്റ്റ് 11, 12, 13 തീയതികളിൽ നടത്തും. കോഴിക്കോട് മാളിക്കടവ് ഗവൺമെന്റ് ITI ആണ് പരീക്ഷാ കേന്ദ്രം. ഹാൾ ടിക്കറ്റ് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഫോൺ 0495 2950 002. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.